അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം അമാൻസ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ഖദറ സോഹാർ പോകുന്ന വഴി, അതായത് സോഹാർ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ദുബായിൻ്റെ ബോർഡർ. അങ്ങോട്ട് അവിടെ ഖദറ എന്നുള്ള സ്ഥലത്ത് ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, മലയാളികൾ സംഘടിപ്പിക്കുന്ന. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. പോകുന്ന വഴിയിൽ കാണുന്നത് ഫസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടത് ഒമാൻ്റെ എയർപോർട്ടാണ്. ഇതാണ് നമുക്ക് നോമ്പ് സമയത്ത് ഒരു മാസം മുഴുവൻ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന പള്ളി. ആ പള്ളിയിൽ തന്നെ ഇന്ന് നമുക്ക് ജമാഅത്ത് നിസ്കരിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നീലാകാശം മൂടിക്കിടപ്പുണ്ട്, മഴ പെയ്യൂലേ എന്നറിയില്ല. കൂട്ടുകാരൻ അരമണിക്കൂർ മുമ്പ് റെഡിയായി എന്ന് പറഞ്ഞ ആൾ 1 മണിക്കൂർ ലേറ്റായി ആടി പാടി വരുന്നുണ്ട്. പല്ലുവേദനയാണ്. പല്ലുവേദന എന്നും പറഞ്ഞാണ്ട് ചുമ്മാ ഇരുന്നാണ്ട് ഒരു പഞ്ഞിയും തൊള്ളൻ്റെ ഉള്ളിൽ കുത്തി വെച്ചിട്ട് പല്ലുവേദന അറിഞ്ഞാണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊണ്ടുപോവാ. എന്താ യാത്ര തുടങ്ങി. ഈ യാത്രയിൽ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒമാനിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് ഒരു 5 വിരൽ നീട്ടിക്കഴിഞ്ഞാൽ 5 ഭാഗങ്ങളായിട്ട് ഓരോ വിലായത്തുകളുണ്ട്. ഉദാഹരണത്തിന് ദാഖലിയ, ബാത്തിന, ദോഫാർ, മുസന്തം, പിന്നെ സൂർ. അപ്പോൾ ഈ സൂറ്, അതായത് ദാഖലിയ, പിന്നെ ദോഫാർ, ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫുള്ള് ഡ്രൈ ഏരിയകളായി. കാരണം ഒരു മസ്കറ്റ് ഏരിയ മറ്റു ഭാഗമാണ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായി ഡ്രൈ കാരണം. പക്ഷേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, മസ്കറ്റിൽ നിന്ന് കാബൂർ ഒരു ബർക്കാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ്. ഈ നമ്മൾ ചെന്നൈ, ബാംഗ്ലൂർ, മദ്രാസ് റോഡ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് റോഡ് സൈഡിലുണ്ടാവുമല്ലോ പച്ചപ്പ് ഹരിതാപം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതുകൂടാതെ കടകൾ, മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വിലായത്തേക്കൊക്കെ പോകുമ്പം കടകളൊക്കെ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഈ വഴിക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ പച്ചപ്പ് ഭയങ്കര സംഭവം. അതിൻ്റെ ബുദ്ധിമുട്ടും അവിടെ ഉണ്ട് കേട്ടോ. അതായത് ഒരു സമയമാകുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കൊതുകളായി. കാരണം പിന്നെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഇത് കൂടും. കാരണം നല്ല നനവുള്ള സ്ഥലമായതുകൊണ്ടല്ലേ അങ്ങനെ പച്ചക്കറി പച്ചപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നിറയും. ഒരു സമയത്ത് ആ പ്രളയം ഉണ്ടായില്ലേ ഒമാനിൽ, അന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന ഒരു സ്ഥലങ്ങളിലൊരു പെട്ട സ്ഥലമാണ് ബാത്തിന ഏരിയ. അതായത് കാബൂറ, ബിദായ, എന്തോരം വീടുകൾ, വാഹനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ബിൽഡിങ്ങുകൾ ഒക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. ഇതേ കണ്ടോ, ചെറിയ ചെറിയ വീടുകളല്ല കടകളാണ്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് റോഡിൻ്റെ നമ്മളെ മസ്കറ്റ് ഏരിയയിലുള്ള ഇതുപോലത്തെ ഒരു വ്യൂ കണ്ടത്. പക്ഷേ ഈ 2 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങളുടെ മത്സരമാണ്. പക്ഷെ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വെച്ച് പിടിപ്പിച്ചതാണെന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ചില സ്ഥലം മെയിൻ റോഡിലൊക്കെ മുറിച്ചെടുത്തിട്ട് ഒഴിവാക്കിയിട്ട് അത് കളയുന്നൊരു ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നു. ഏകദേശം കാബൂറൊക്കെ എത്താൻ നേരത്തെ സുവൈക്ക് എന്ന ഒരു സ്ഥലമാണ്. ഇത് കാബൂറല്ല കേട്ടോ, ഖദറ. സുവൈക്ക് എന്ന സ്ഥലത്തിലെ ലുലുവാണ് കണ്ടത്. അതും കഴിഞ്ഞു വീണ്ടും സുവൈക്ക് താണ്ടിക്കൊണ്ട് നമ്മൾ ഇനി ബിദായാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ. ബിദായയിൽ നമ്മളെ സുഹൃത്തിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ ഒരു വിസിറ്റും, ഒപ്പം തന്നെ അവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരത്താണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഫുട്ബോൾ മാമാങ്കം നടക്കുന്നത്. അപ്പം ഈ യാത്രകൾ തുടരുകയാണ്. ഈ കാണുന്നത് തെങ്ങല്ല കേട്ടോ, പനയാണിത്. പന എന്ന് പറയുമ്പം ഈന്തപ്പന, വെറുതെ മുട്ടിപ്പൊളച്ചുണ്ടാവുമല്ലേ. ഇവിടെ ഭാഗങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ബർക്കാണ് കഴിഞ്ഞാൽ പിന്നെ സിഗ്നൽ ഒരു എണ്ണ ഉണ്ടാവില്ല. അപ്പം ചില ഇൻറ്റീരിയറിലോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലേ. പിന്നെ അവിടെ കബൂറ, ബിദായ അവിടെ ഉണ്ടോയെന്നറിയില്ല. കുറേ 5-6-7 കൊല്ലം മുമ്പൊക്കെ പോയ സമയത്ത് സിഗ്നലൊന്നുമില്ല. ഇപ്പോൾ വന്നോന്നറിയില്ല. നമ്മൾ ബിദായയിലെത്തി. ഇവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ പച്ചപ്പ് ഹരിതാപും കൂടും. ഇപ്പം ഈ മുൻവശത്ത് നമ്മളെ ക്യാമറൻ്റെ ഭാഗത്ത് കൂടെ കുറച്ച് കാണുന്ന പച്ചപ്പ് ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഒരു സാമ്പിൾ മാത്രം. അങ്ങോട്ട് ഇറങ്ങി നടന്ന ബാക്കൊക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മളെ നാട്ടിലെ സംഭവങ്ങളാണ്. ഇതേ കറണ്ട് ലൈന് ഇപ്പോഴും നമ്മളെ നാട്ടിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന തേക്കുമലൊക്കെയാണ് പല സ്ഥലങ്ങളിലും പോസ്റ്റുകൾ. ഇതേ നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തി. അവിടെ പോയി നമ്മൾ കേക്കൊക്കെ തിന്ന്
ചെക്കന് സമ്മാനമൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ചിലവഴിച്ച് നമ്മൾ ഗ്രൗണ്ടിലോട്ട് നടക്കുകയാണ്. ഗ്രൗണ്ടിക്ക് പോകുമ്പം ഇതേ കിടക്കണേ. ഇപ്പോൾ വന്നേലാരെയും കൂടുതൽ പച്ചപ്പാണ്. എന്താ ഭംഗി! വാഴത്തോട്ടങ്ങൾ, കവുങ്ങും തോട്ടമില്ല, പക്ഷേ ഇവിടെ തെങ്ങ് കുറച്ചുണ്ട് കേട്ടോ. പക്ഷേ ഇതാ വാഴത്തോട്ടം, എത്ര വലിയ വാഴത്തോട്ടം അറിയോ. എന്നാലും ഇവിടുത്തെ നേന്ത്രവാഴക്ക കിട്ടൂല കേട്ടോ. ഇവിടെ കൂടുതലും മറ്റേ സാധനമാണ്, നമ്മുടെ റോബസ്റ്റ് ഇല്ലേ, അതിന് ജസ്റ്റ് നാട്ടിലത്തെ റോബസ്റ്റിന് അതിൻ്റെ മുന്നിൽ ഒമാൻ, റോബസ്റ്റ ഇന്ത്യ എന്ന് എഴുതി വെക്കും. അത്ര വ്യത്യാസമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. പാടങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്ക് നമ്മുടെ ഇവിടെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ചെന്നൈ മദ്രാസിലൊക്കെ പോയ സമയത്ത് ഇതുപോലെ തന്നെയാണ്. ഇവിടെ കുറേ ഈ എന്താ പറയുക ചെടികൾ, അതേപോലെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വിത്തുകളൊക്കെ, അങ്ങനത്തെ ഒക്കെ കുറേ കടകളുണ്ടാവും കേട്ടോ. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. ഇതിപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഏകദേശം അടുത്തെത്താറായി. അതിൻ്റെ 2 ഭാഗത്തും ഈന്തപ്പനകൾ ഇങ്ങനെ തളിർത്ത് നിൽക്കുകയാണ്. നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ട് സാധാരണ ഇവിടെ ടർഫാണ് ഉണ്ടാവാറ്, പക്ഷേ ഇത് അടിപൊളി ഒറിജിനൽ ഗ്രാസാണ്. കാലാവസ്ഥ മഴ പെയ്യുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ മഴ പെയ്തിട്ടില്ല. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുള്ളൂ. ഈ സമയം 4 മണിയാണ്. സാധാരണ ആ സമയത്ത് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ചുട്ടു പൊള്ളും, പക്ഷേ ഇന്നെന്തോ ഭാഗ്യം, നല്ല കാലാവസ്ഥയായിരുന്നു. പ്ലേയേഴ്സൊക്കെ അവരുടെ ഊഴം കാത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു ഭാഗത്ത് നിസ്കരിക്കാം, ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാം. ഇതാണ് നമ്മളെ ടീം, ജേഴ്സിയൊക്കെ ഇട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. മറ്റുള്ള ടീമുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം കളി തുടങ്ങും. കളി ഏകദേശം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ നിസ്കാരത്തിനും അതിനുള്ളൊക്കെ ബ്രേക്കാണ്. തുടങ്ങുന്നതിൻ്റെ തുടങ്ങി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഉദ്ഘാടന പരിപാടി നടത്തിയത്. അപ്പോൾ കളിയൊക്കെ ചൂട്ട് പിടിക്കാൻ പോവാണ്. അപ്പോൾ ഇനി കളിയുടെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആക്കി ചെയ്യാം. ഓക്കെ, ബൈ.